മലയാളികൾ വളരെയധികം വേദനയോടെ കാണുന്നൊരു വാർത്തയാണ് നടി അവതാരികയും ഒക്കെയായ രഞ്ജിനി പങ്കുവച്ചിരിക്കുന്നത്. 14 വർഷമായി തൻ്റെയോടൊപ്പം ഉണ്ടായിരുന്ന, തൻ്റെ കുറവിലും ദുഃഖത്തിലും സുഖത്തിലും ഒക്കെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഇപ്പോൾ അന്തരിച്ചിരിക്കുന്നുവെന്നും അതെന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തോടൊപ്പമുള്ള ഒരു വീഡിയോ ആണ് പങ്കുവച്ചിരിക്കുന്നത്. താൻ 14 വർഷമായി സ്വന്തം മകനെ പോലെ കൊണ്ടു നടക്കുന്ന ഒരു നായയുടെ മരണമാണ് ഇപ്പോൾ രഞ്ജിനിയെ ഏറ്റവും കൂടുതൽ അലട്ടിയിരിക്കുന്നത്. എൻ്റെ സൂര്യൻ അസ്തമിച്ചു, മൈ സൺഷൈൻ ഹാഡ് സെറ്റ് എന്നാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. ഒരു യുഗത്തിൻ്റെ അന്ത്യം, എൻ്റെ എന്നത്തെയും പ്രണയമാണ് ഇതെന്ന് കൂടി കൂട്ടിച്ചേർക്കാം. 14 വർഷം മുൻപ് ഒരു കൊടുങ്കാറ്റ് പോലെ നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. സാധ്യമായതിൽ മറ്റേറ്റവും മനോഹരമായ രീതിയിൽ അതിനെ തലകീഴായി മറിച്ചു. യാതൊരു സംശയവുമില്ലാതെ നീ എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹവും ഏറ്റവും വലിയ പ്രചോദനവുമാണ്. യഥാർത്ഥ അതിജീവനം എന്താണെന്നും പോരാട്ടവീര്യം എന്താണെന്നും നീ എനിക്ക് കാണിച്ചു തന്നു. നിനക്ക് ഊഹിക്കാൻ കഴിയുന്നതിലും കൂടുതൽ സ്നേഹം എനിക്ക് നൽകി. നിന്നെ സ്നേഹിച്ചതുപോലെ മറ്റാരെയും ഞാൻ ഇതുവരെ സ്നേഹിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വിടപറച്ചിൽ വാക്കുകളിൽ വിവരിക്കാൻ കഴിയുന്നതിനേക്കാൾ എന്നെ വേദനിപ്പിക്കുന്നു. എൻ്റെ ഒരു ഭാഗം നിന്നോടൊപ്പം പോയതുപോലെ എനിക്ക് തോന്നുന്നു. എന്നേക്കുമായി എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ സഹിക്കണമെന്ന് എനിക്കറിയില്ല. ഇതിനെങ്ങനെ മറികടക്കണമെന്നും എനിക്കറിയില്ല. കാലത്തിൻ്റെ അന്ത്യം വരെ ഓരോ ജന്മത്തിലും നമ്മൾ വീണ്ടും വീണ്ടും പരസ്പരം കണ്ടുമുട്ടുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. കാരണം എനിക്ക് ഉറപ്പുള്ള ഒരു കാര്യമുണ്ടെങ്കിൽ അത് നമ്മൾ ഒന്നിക്കേണ്ടവരാണ് എന്നതാണ്. ഞാൻ എപ്പോഴും നിന്നിലേക്ക് തന്നെ വഴി കണ്ടെത്തി തിരിച്ചെത്തും. നീ എന്നെ തിരഞ്ഞെടുക്കുമെന്നും എനിക്കറിയാവുന്നതുപോലെ ഞാൻ എപ്പോഴും നിന്നെ തന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്യും. പിന്നെ എനിക്ക് നന്ദി പറയണമെന്നുണ്ട്. എല്ലാത്തിനും നന്ദി. എനിക്ക് നീ തന്നത് എല്ലാത്തിനും നന്ദി. എന്നെ പഠിപ്പിച്ച എല്ലാത്തിനും നന്ദി. അറിയാതെ പോലും എനിക്ക് വേണ്ടി നീ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും നന്ദി. നിനക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ നീ എന്നെ മാറ്റിമറിച്ചു. എൻ്റെ ജീവിതാവസാനം വരെ അത് ഞാൻ എന്നിൽ കാത്തു സൂക്ഷിക്കും. എൻ്റെ എന്നത്തെയും പ്രിയപ്പെട്ടവനെ, എൻ്റെ ഏറ്റവും വലിയ പ്രണയമേ, എൻ്റെ അഭയമേ, നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ എനിക്കായി നീ കാത്തിരിക്കണം. നീ കാത്തിരിക്കുമെന്ന് എനിക്കറിയാം. എന്നെ തിരയുമെന്ന് എനിക്കറിയാം. അങ്ങനെ തിരയുന്ന ഒരാളുണ്ടെങ്കിൽ അത് നീയാണെന്നും എനിക്കറിയാം. അത്രമേൽ ആത്മാർത്ഥമായി സ്നേഹിച്ച മറ്റൊരാളും ഈ ഭൂമിയിലില്ല. ഞാൻ അത്രമാത്രം ഇത്രയും വർഷം എൻ്റെ ഒപ്പം നിന്ന മറ്റൊരാളും ഈ ഭൂമിയിലില്ല. രഞ്ജിനി അതാണ് ഇതാണ് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയവരും രഞ്ജിനിയെ ഉപേക്ഷിച്ചു പോയവരും രഞ്ജിനിയുടെ കുറ്റം മാത്രം കണ്ടുപിടിച്ചവരുടെ മുന്നിലും നീ എന്നും എന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. എപ്പോഴും ആത്മാർത്ഥമായി പ്രണയിച്ചിട്ടേ ഉള്ളൂ. കാരണം എനിക്ക് ഉറപ്പുള്ളൊരു കാര്യം തന്നെയാണത്. എല്ലാത്തിനും നന്ദിയാണ് നിന്നോട് എനിക്ക് പറയാനുള്ളത്. എപ്പോഴും പ്രേക്ഷകർ പറയുന്ന പോലെ തന്നെ ഇപ്പോൾ രഞ്ജിനിയുടെ വികാരം പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നു. നായകളോടുള്ള സ്നേഹം കൊണ്ട് രഞ്ജിനി പലപ്പോഴും പല പോസ്റ്റുകളും പങ്കുവച്ചിട്ടുണ്ട്. ആ പോസ്റ്റുകളെല്ലാം അർത്ഥം പ്രേക്ഷകർക്ക് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന വാർത്തയായി ഇത് മാറുന്നുമുണ്ട്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന പോലെ തന്നെ പ്രേക്ഷകരുടെ പ്രീതിയും മനസ്സിലാക്കിപ്പിച്ചു തരുന്നു. ഓരോ തവണയും പ്രേക്ഷകർ അത് മനസ്സിലാക്കിപ്പിച്ചു തന്നെയാണ് തരുന്നത്. വളരെയധികം സ്നേഹമുണ്ടെന്നും പറയുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.